സ്വന്തം സർഗവാസനയുടെ സൃഷ്ടികളുമായി കുട്ടികൾ എഴുത്തുകൂട്ടം ശില്പശാലയിലെത്തിയപ്പോൾ സർഗവസന്തം വിടർന്നു. കുഞ്ഞുനാളിൽ തന്നെ കുട്ടികളിൽ സർഗരചനയുടെ ആദ്യ പാഠങ്ങൾ നൽകുന്നതിന് വിവിധ പ്രവർത്തനങ്ങളാണ് ചേന്നമംഗലൂർ GMUP സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല അക്ഷരാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾക്ക് ആവേശവും ആഹ്ലാദവും ഉണ്ടാക്കി. ബഡ്ഡിംഗ് റൈറ്റേഴ്സ് എന്ന പേരിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് അക്കാദമിക വർഷത്തിൽ തുടക്കം മുതൽ തന്നെ നവീനമായ പ്രവർത്തനങ്ങൾ നൽകിയിരുന്നു. സർഗയാത്ര എന്ന പേരിൽ ഖസാക്കിലേക്കും തുഞ്ചൻ പറമ്പിലേക്കുമുള്ള യാത്രകൾ, 1000 എഴുത്തുകാരെ വായിക്കുന്നു തുടങ്ങിയ പരിപാടികൾ വ്യത്യസ്തമായ അനുഭവങ്ങളായി. സമഗ്ര ശിക്ഷ കേരളയുടെ പിന്തുണയോടെ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് കുട്ടികൾക്കായി എഴുത്തുകൂട്ടം, വായനക്കൂട്ടം, ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. PK റസാഖ് ചേന്നമംഗലൂരിന്റെ മനോഹരമായ ഔട്ട് ഹൌസിൽ നടന്ന ശില്പശാല O ഷരീഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രഥമാധ്യാപകൻ K വാസു, PK റസാഖ്, P ത്രിവേണി, മജീദ് പുളിക്കൽ എന്നിവർ സംസാരിച്ചു. മുക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ T ദീപ്തി, BRC കോർഡിനേറ്റർ PK മനോജ് കുമാർ എന്നിവർ ശില്പശാല സന്ദർശിച്ചു. അധ്യാപകരായ സാജിദ് പുതിയോട്ടിൽ, K സജീവ് എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾ അവരുടെ സർഗസൃഷ്ടികൾ ശില്പശാലയിൽ അവതരിപ്പിച്ചു. നവരത്നയുടെ കവിത സദസ്സിനെ പുളകമണിയിച്ചു. പാടുന്ന പാട്ടിലും ചൊല്ലുന്ന കഥയിലും ഉർവിതൻ ജീവിതം കാണുകയായി, കാന്തിക്കു ശേഷമോ വന്നുരാതിമിരത്തിൽ വിഷണ്ണയായി നിൽക്കുന്നു ഭൂമിയിന്നും. ജലതമോ കരയുന്നു, നരനോ ചിരിക്കുന്നു, സൂര്യനോ. എൻലൈറ്റ് ന്യൂസ്, മുക്കം.